നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ആദർശം നയനയും കൂടെ ഉറങ്ങാൻ കിടന്നാലും നയനയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നയനയ്ക്ക് നാളത്തെ കാര്യത്തെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. മൂർത്തി മുത്തശ്ശൻ എന്തിനാണോ എന്തോ കുടുംബക്ഷേത്രത്തിലെ കാവിലേക്ക് വരണം, തന്നെ കാണണം, അത്യാവശ്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നേ. ആദർശ എണ്ണൻ കൂട്ടിക്കൊണ്ട് ചെല്ലണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഓർത്ത് ഇനിയിപ്പോ എനിക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്താ ഏതാ പറയണമെന്ന് അറിയില്ലല്ലോ. എങ്ങനെയെങ്കിലും പിറ്റേ ദിവസം ഒന്ന് ആയാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം എലിസബത്തിനെയും കൂട്ടി കുടുംബക്ഷേത്രത്തിലെ കാവിലേക്ക് പോവാണ് നയന. അപ്പൊ പോകുന്നതിന് മുമ്പ് തന്നെ ആദർശ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കില്ല. പക്ഷെ നയനയ്ക്ക് പറയാൻ പറ്റുമോ? മുത്തശ്ശൻ പറഞ്ഞിട്ടാണ് താൻ അങ്ങോട്ടേക്ക് പോകുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഈ സമയത്ത് ആദർശ് സേവിയറെ കാണാനായിട്ട് പോകുന്നുണ്ട്. അപ്പം സേവിയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോഡേൺ ഹോട്ടലിൽ നിന്ന് മാസ്ക് ധരിച്ചിറങ്ങിപ്പോയ ഒരാളുണ്ട്. അപ്പം അയാളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കട്ടെ, അയാളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ അത് നമുക്ക് സെറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അയാളുടെ ഫോട്ടോ കിട്ടുവാണെങ്കിൽ അയാൾ ആരാ എന്താന്നൊക്കെ അറിയാൻ കഴിയും. ഒരുപക്ഷെ ഇതിനു മുമ്പ് താൻ കണ്ടിട്ടുണ്ടോ, അങ്ങനെയൊക്കെ അറിയാൻ കഴിയുന്നൊരു ചിന്ത ആദർശിന് മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ സേവിയർ ആണല്ലോ എല്ലാ കാര്യത്തിലും സഹായിക്കുന്നത്. അങ്ങനെ ആദർശ് സേവിയറിനെ കണ്ടിട്ട് പോയി. ഈ സമയം നയന കുടുംബക്ഷേത്രത്തിലേക്ക് ചെല്ലുവാണ്. മുത്തശ്ശൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നയന ചെന്ന് കുടുംബക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന സമയത്താണ് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നത്. മുത്തശ്ശൻ വന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം നയനയുടെ അടുത്തേക്ക് വരുവാണ്. അപ്പൊ എലിസബത്ത് പുറത്തു നിന്നുള്ളൂ. എലിസബത്ത് അങ്ങോട്ട് കയറി പോയില്ല. അങ്ങനെ നയനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, മോളെ സുഖമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. നയന പറഞ്ഞു, സുഖമാ മുത്തശ്ശ. അല്ല മുത്തശ്ശൻ എന്തിനാ എന്നെ മെസ്സേജ് അയച്ചേ, കാണണമെന്ന് പറഞ്ഞേ. ആദർശേണ്ണൻ കൂട്ടിക്കൊണ്ട് വരണ്ടാന്നും പറഞ്ഞു. എന്താ മുത്തശ്ശ, എന്തേലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, എനിക്ക് മോളോട് ചില സുപ്രധാന കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വിളിപ്പിച്ചേ. ആദർശ് കൂടെ ഉണ്ടെങ്കിൽ അത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നയന ചോദിച്ചു, അല്ല ആദർശേണ്ണൻ അറിയാൻ പാടില്ലാത്ത എന്ത് കാര്യം മുത്തശ്ശാന്ന് ചോദിച്ചു. അതോ മോൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടോയെന്ന് ചോദിച്ചു. ദേഷ്യമോ? എന്തിന്? അല്ല ഞാനിങ്ങനെ നിങ്ങളോട് അകൽച്ച കാണിക്കുന്നോണ്ടേ ആദർശിനെ നിന്നെ വീട്ടിലേക്ക് കയറ്റാത്തോണ്ട്. ഓ അതാണോ? അതൊന്നും സാരമില്ല മുത്തശ്ശ. എനിക്കറിയാം മുത്തശ്ശൻ്റെ മനസ്സിൽ എപ്പോഴും ഞങ്ങളോട് ഇഷ്ടമുണ്ടെന്ന്, പക്ഷെ പുറമേ ദേഷ്യം കാണിക്കുന്നുള്ളെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് മുത്തശ്ശൻ പറഞ്ഞു, ശരിയാ മോളെ, മോള് പറഞ്ഞ് 100% ശരിയാ. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൊച്ചുമോന് ആദർശാണ്. അവനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട്. നയന പറഞ്ഞു, അതറിയാം. ഒരുപക്ഷെ ആദർശാൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടായതുകൊണ്ടല്ലേ. മുത്തശ്ശൻ പറഞ്ഞു, തെറ്റുണ്ടായി, പക്ഷേ എങ്കിൽ അങ്ങനെ ഇറക്കി വിടാൻ കാരണമൊന്നും ആയിരുന്നില്ല. പക്ഷേ എനിക്ക് തോന്നി ആദർശിനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന നല്ലതെന്ന്. ഇപ്പോഴാദർശ് സത്യം കണ്ടെത്താനായിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവൻ ആ സത്യം കണ്ടെത്താൻ കഴിയണം. ഒരു പക്ഷേങ്കിൽ ഞാൻ അവനെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പം ആ സത്യത്തിൻ്റെ പിന്നാലെ ഇത്ര സ്പിരിറ്റോട് കൂടി പോകത്തില്ല. അവൻ്റെ ഊർജം കെട്ടടങ്ങും. അതുകൊണ്ടാണ് ഞാൻ അവനോട് വീട് വിട്ടിറങ്ങി പോകാനായിട്ട് ആവശ്യപ്പെട്ടെ. പിന്നെ ഞാൻ അവനെ മൈൻഡ് ചെയ്യാത്ത, മോളെ അങ്ങോട്ടേക്ക് വിളിക്കാത്തതിൻ്റെ ഒക്കെ കാരണം അതാന്ന് പറഞ്ഞു. നയനയ്ക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. അപ്പോഴേക്കും നയന പറഞ്ഞു, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ആ സമയം മുത്തശ്ശൻ പറഞ്ഞു, എലിസബത്തിനെ പോലും അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ട് ഞാനാണ്. എനിക്കറിയാം മോളവിടെ തനിച്ചാണെങ്കിലും മോൾക്കൊരാപത്ത് സംഭവിച്ചുകൂടാ. എലിസബത്ത് നന്നായിട്ട് കെയർ ചെയ്യും. ആ ഒരു ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ് എലിസബത്തിനെ ഞാൻ പറഞ്ഞു വിട്ടേന്ന് പറഞ്ഞു. നയന പറഞ്ഞു, എനിക്കിടയ്ക്ക് സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു മുത്തശ്ശൻ്റെ കാര്യത്തിൽ. മുത്തശ്ശൻ ഇതിനകത്ത് എന്തെങ്കിലും മനസ്സറിവുണ്ടോന്ന്. അല്ലെങ്കിലും മുത്തശ്ശൻ അങ്ങനെ ഞങ്ങളെ വെറുക്കാൻ പറ്റില്ലെന്നും എനിക്കറിയാം. പിന്നീട് നയന പറഞ്ഞു, ഒരു തവണ മുത്തശ്ശി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഫോൺ വിളിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേ എനിക്കൊരു ചെറിയ സംശയങ്ങളൊക്കെ തോന്നിയെന്ന് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, മോളുടെ 3-ാം മാസ ചടങ്ങിന് എനിക്ക് പറഞ്ഞെന്ന് കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും സംശയം തോന്നും. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇങ്ങനെ പോട്ടേന്ന് കരുതി. ഒരുപക്ഷെ ആദർശ് പുറത്താന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ശത്രുക്കളൊക്കെ സന്തോഷിക്കും. ശത്രുക്കളുടെ സന്തോഷം ആ സമയത്ത് ആദർശന് എന്താണെങ്കിലും മുന്നേറാൻ സാധിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം, സത്യങ്ങളൊക്കെ കണ്ടെത്താനായിട്ട്. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, ഏഞ്ചുലയുടെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് ആദർശേണ് ഇപ്പോഴും കരുതുന്നത്. അപ്പം അത് കണ്ടുപിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. പിന്നെ മുത്തശ്ശന് ഇങ്ങനെ പെരുമാറുന്നുണ്ട് ആദർശാണ് സങ്കടമൊക്കെ ഉണ്ട്. എന്നാലും മുത്തശ്ശന് ആദർശാണ് എപ്പോഴെങ്കിലും വീട്ടിലേക്ക് തിരികെ വിളിക്കും എന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് ആദർശാണ് ഇരിക്കുന്നത്. അതേസമയം മുത്തശ്ശൻ പറഞ്ഞു, മോളോട് ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ പോലും സംസാരിക്കത്തില്ലായിരുന്നു. പക്ഷേ എങ്കിൽ എനിക്ക് തോന്നി മോള് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയമല്ലേ, മനസ്സ് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മോളെയും കുഞ്ഞിനെയും ബാധിച്ചാലോ. അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ ആഴ്ച ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ മോള് ബോധം കിട്ടു പോയില്ലേ, അതൊക്കെ എന്നെ വല്ലാതെ അലട്ടിട്ടുണ്ടായിരുന്നു.
പിന്നെ മോളുടെ മുത്തശ്ശിയും പറഞ്ഞു, ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ മോളോട് സത്യങ്ങളൊക്കെ തുറന്നു പറയണമെന്ന്. ഇനിയിപ്പം ഞാൻ കാരണം മോൾക്കൊരാപത്ത് സംഭവിച്ചുകൂടാ. അത് കേട്ടപ്പം നയന പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല മുത്തശ്ശ, എനിക്കറിയായിരുന്നു മുത്തശ്ശൻ്റെ സ്വഭാവമൊക്കെ. മുത്തശ്ശനെ ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരിക്കലും ആദർശനെ വെറുക്കാൻ മുത്തശ്ശന് സാധിക്കില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഇപ്പോഴത്തെ ഈ ദേഷ്യമൊക്കെ മാറിക്കഴിയുമ്പോൾ മുത്തശ്ശൻ തിരികെ വിളിക്കുമെന്ന് അറിയാമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, ശരിയാ, നിങ്ങൾ ആ വീട്ടിലില്ലാത്തതുകൊണ്ട് ആ വീട് ഉറങ്ങിയതുപോലെയാ. ശരിക്കും അതൊരു കുടുംബമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ അത് കുടുംബമാകത്തുള്ളൂ. ഈ പറയും ദേവേനിക്കാണെങ്കിലും എന്നോട് നല്ല ദേഷ്യമുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ട്. പലപ്പോഴും സത്യങ്ങളൊക്കെ തുറന്നു പറയണമെന്ന് ഞാൻ വിചാരിച്ച, പക്ഷെ ഇങ്ങനെ അങ്ങോട്ട് പോട്ടേന്ന് വെച്ചു. കുടുംബത്തിൽ തന്നെ ശത്രുക്കളുള്ള സമയത്ത് മോൾക്കറിയാലോ, മോളുടെ ചേച്ചിയും പിന്നെ ഹബി എല്ലാ ശത്രുക്കളൊക്കെ ആണല്ലോ നമ്മുടെ കുടുംബത്തിന് തന്നെ. അപ്പം അവർക്ക് നമ്മളൊരു ഇതിട്ട് കൊടുക്കേണ്ട കാര്യം ഇല്ലല്ലോ. കാരണം നിങ്ങൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോഴ് ഈ പറയുന്ന അബി മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഏൻ ജ്വല്ലറിക്കല്ലേ കയറിയിരിക്കുന്നത്. ഏൻ ജ്വല്ലറിയുടെ മാനേജർ ആയിരിക്കുമല്ലേ. അവന് നമ്മുടെ ജ്വല്ലറി മാത്രമല്ല കുടുംബത്തെ ഒറ്റുകൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് നിങ്ങൾ അങ്ങോട്ടേക്ക് വരണ്ടെന്ന് ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ആദർശിന് സത്യങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്കറിയാം. ആദർശ് തലയെടുപ്പോടുകൂടി സത്യങ്ങളൊക്കെ കണ്ടെത്തി വീട്ടിലേക്ക് കയറി വരണമെന്ന എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. പിന്നീട് മുത്തച്ഛനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. മോൾക്ക് എന്നെ കാണണം തോന്നുമ്പോൾ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. ഫോൺ വിളിക്കണം തോന്നുമ്പോൾ മോള് ഫോൺ വിളിച്ചോളാൻ പറഞ്ഞു. പിന്നെ ഒരു കാരണവശാലും ഇതിപ്പോൾ ആദർശ് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു. നയന് പറഞ്ഞു, ഇല്ല മുത്തശ്ശ, ആരോടും പറയില്ല, ഞാൻ എന്തായാലും പറയത്തൊന്നുമില്ല. ഇനി എലിസബത്ത് ആൻറ്റി എലിസബത്ത് ഒരിക്കലും പറയില്ല, അവൾക്കറിയാം. കാരണം ഞാനാണ് അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടെ, അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അവൾ അനുസരിക്കുള്ളൂ പറഞ്ഞു. ഞാൻ ഇന്നൊന്നിലല്ലേ അവളെ കാണുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, എനിക്ക് തോന്നിയായിരുന്നു എലിസബത്ത് ആൻറ്റിയുടെ കാര്യത്തിൽ ചില സംശയങ്ങളെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ സമയം സംസാരിച്ചിട്ടാണ് നയന തിരികെ പോരുന്ന സമയത്ത് എലിസബത്തിനോട് മൂർത്തി മുത്തശ്ശൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എലിസബത്ത് പറഞ്ഞു, മൂർത്തി സാറ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ മോളോട് പറയാതിരുന്നത്. ചില സമയത്ത് എനിക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു മോള് വിഷമിക്കുന്ന കാണുമ്പോൾ. പക്ഷെ അത് പറയാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ ഒരു കാര്യം പറയില്ലെന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നന്ദികേട് കാണിക്കുന്ന പോലെയല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നേന്ന് പറഞ്ഞു. നയന പറഞ്ഞു, അത് സാരമില്ല ആൻറ്റി എന്ന് പറഞ്ഞു. ഈ സമയം മുത്തശ്ശൻ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേനും മുത്തശ്ശി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് മുത്തശ്ശി കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. മുത്തശ്ശൻ പറഞ്ഞു, ഇനിയിപ്പോൾ ആ കാര്യത്തിൽ പേടിക്കണ്ട, ധൈര്യമായിട്ടിരുന്നു. ഇനി നയനമോൾക്ക് ഒരു കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ല ഞാൻ കാരണം. അതെന്താ? അതെ, ഞാൻ നയനമോളോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആദർശ് അറിയില്ലേ? അവനോട് പറയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എലിസബത്തിനെയും കൂട്ടി നയനമോള് കുടുംബക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. മുത്തശ്ശി പറഞ്ഞു, ഇപ്പോഴെങ്കിലും അത് പറയാൻ തോന്നിയത് നല്ല കാര്യം, അല്ലായിരുന്നെങ്കിൽ നയനമോൾക്ക് നല്ല സങ്കടമായിരുന്നു അത് ഈ സമയത്ത് എന്നൊക്കെ പറയണം. ആ സമയം ആദർശ് സേവ്യറെ കാണാൻ ചെന്നു. അങ്ങനെ സേവ്യറെ കാണാൻ ചെന്നിട്ട് സേവ്യറോട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സേവ്യർ നാഗേതൻ്റെ ആ ഒരു ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ്. അതെ, അന്ന് മോഡേൺ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിപ്പോയ അയാളുണ്ടല്ലോ, അയാളുടെ ഒരു പിക്ചറാണ് ഇതെന്നും പറഞ്ഞുകൊണ്ട് കാണിക്കുകയാണ്. ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് ഒന്നും ഞെട്ടി. എവിടെയോ കണ്ടു മറന്നൊരു മുഖം പോലെ ഉണ്ടല്ലോ, എവിടെയോ കണ്ടതുപോലെ ആദർശിന് തോന്നുന്നുണ്ട്. പക്ഷെ ആദർശിനെ അങ്ങോട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. ചിലപ്പം ഇയാളായിരിക്കുമോ ഏൻജുലയുടെ പ്രധാനപ്പെട്ട ശത്രു. ഇയാളന്ന് താൻ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ ഒരു കള്ളത്തരങ്ങളുണ്ട്. പക്ഷെ ഇയാളെ കണ്ടു കഴിയുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് നല്ലൊരു പരിചയമുള്ളൊരു മുഖം പോലെ തോന്നുന്നുണ്ട്. ആദർശം കൊണ്ട് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആദർശം ഒരു കാര്യം ഒത്തിരി ഉറപ്പുണ്ടായിരുന്നു, ഇനി അധികം വൈകാതെ സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്ന്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.